CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായ ഹോർമി പാമ്പിനെ ട്രാൻസ്ഫറിനെ കുറിച്ചും കൂടാതെ തന്നെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ചിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ മുതലേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ പ്രതിരോധ താരമായ ഹോർമി പാമ്പ് ടീം വിടുമെന്ന റൂമറുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ അത്തരമൊരു അഭ്യൂഹം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമി പാമ്പിനെ സ്വന്തമാക്കാനായി ISLിലെ തന്നെ ക്ലബായ FC ഗോവ രംഗത്ത് വന്നിട്ടുണ്ട്. വമ്പൻ ഓഫർ തന്നെയാണ് ഗോവ ഹോർമി പാമ്പിനായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഗോവയുടെ ഇന്ത്യൻ പ്രധാന പ്രതിരോധ താരമായ സന്ദേശ് ലിംഗൻ പരിക്കേറ്റത് കൊണ്ട് ഹോർമിക്ക് ഗോവയിൽ മികച്ചൊരു പ്ലേ ടൈം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോർമി പാമ്പ് റീവ എന്ന ഈ ഒരു താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയില്ല. വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹോർമി ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ കളിക്കുന്ന മറ്റൊരു താരം ടീമുമായി ഇണങ്ങുവാൻ കുറച്ച് സമയമെടുക്കും. അത് ടീമിന് ഗുണം ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ ഹോർമി പാമ്പ് റീവ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകളെല്ലാം വളരെ കുറവാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് ഫെഡർ സെർണിച്ച് എന്ന താരത്തെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരമായി കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ച് എന്ന താരം കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് താരത്തിന്റെ ഭാര്യ ഇന്നലെ രാത്രി ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയിൽ പ്രധാനമായും പരാമർശിക്കുന്നത് താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു വൈറസ് ബാധിച്ചു എന്നാണ്. കൂടാതെ ഇതിനോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു വൈറസ് ആണെന്നും അത് ഉടനെ തന്നെ മാറിപ്പോകുമെന്നൊക്കെ. ഏതായാലും താരത്തിന് സീരിയസ് ഒന്നുമല്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.